ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, റഷ്യയെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഏതാണ്ട് ഒരു 10-50 വർഷമായിട്ട് വലിയ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഇപ്പം റഷ്യയിൽ നിന്ന് അകന്നുകൊണ്ട് നമ്മൾ അമേരിക്കയുമായിട്ട് ചേരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് പറയുന്ന കൂടുതൽ ഞാൻ പറഞ്ഞായിരുന്നു, അന്ത്യകാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ സഖ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാളെന്നെ കളിയായിക്കൊണ്ട് കമൻ്റ് ഇട്ടു, ഈ അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലോ ബന്ധുക്കൂസുകാരനാണോ പാസ്റ്ററാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ബൈബിളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഞാൻ ഇതിൻ്റെ അത് നിങ്ങൾ പറയാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെ തുർക്കിയായിട്ട് ഇന്ത്യക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ അത്യാവശ്യം തുർക്കിക്ക് സാമ്പത്തികമോ സൈനികമോ എന്തെങ്കിലും ആവശ്യമുള്ള സഹായം തുർക്കി ആവശ്യപ്പെട്ടാൽ അതുപോലും കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ആ യുദ്ധം വന്ന വേളയിൽ തുർക്കി അവരുടെ ഡ്രോണുകളെല്ലാം പാകിസ്ഥാന് നൽകുകയും അതുപോലെ തന്നെ പാകിസ്ഥാന് സൈനിക സഹായമെല്ലാം നൽകിയതിന് ശേഷം ഇന്ത്യ വളരെ മോശമായിട്ടാണ് തുർക്കിയെ ഒരു ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി സമീപഭാവിയിലെങ്ങും ഇന്ത്യയും തുർക്കിയും തമ്മിലൊരു നല്ല ബന്ധം ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും കണക്കാക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് നമ്മൾ സത്യമെങ്കിൽ ഇത് ബൈബിൾ വെളിപാടിലെ 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. അന്ത്യനാളിൽ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകും. അവിടെ കിഴക്ക് നിന്നുള്ള സൈനികർക്കതിരെ ഈസിയായിട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. ആ സൈനികരുടെ എണ്ണം 10,000ങ്ങളുടെ 20,000 എന്നാണ് കൊടുത്തിരുന്നത്. അതായത് 20 കോടി സൈന്യമാണ്. 20 കോടിയൊക്കെ അയക്കാൻ പറ്റുന്ന ലോകത്തിൽ 1-2 രാജ്യമേ ഉള്ളൂ ലോകത്തിൽ ഇന്ന്. ഒന്ന് ചൈന അല്ലെങ്കിൽ ഇന്ത്യ. അപ്പോൾ ഇവർ പോകുന്നത് എങ്ങോട്ടാണ്? യൂഫ്രട്ടീസ് നദി കടന്ന് അക്കരയ്ക്ക് പോവുകയാണ്, ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഏത് രാജ്യത്തെയാണ് ആക്രമിക്കുന്നതെന്ന് ബൈബിളിൽ പറയുന്നില്ലെങ്കിലും അസിറിയൻ സാമ്രാജ്യത്തെ ആക്രമിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം തുർക്കിയായിട്ട് ഇന്ത്യ പെട്ടെന്നൊരു ശത്രുത, ഇതുവരെ ഇല്ലായിരുന്നു, ഏതാണ്ട് 10-75 വർഷമായിട്ട് നല്ല ബന്ധത്തിൽ കിടന്നു, പെട്ടെന്ന് ശത്രുതയാകുന്നു. അവരന്ത്യകാലത്തിൽ ഇന്ത്യ തുർക്കിയെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു വചനമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. യൂഫ്രട്ടീസ് നദി വരണ്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയുടെ ഒന്നും പ്രതിബന്ധമില്ലാതെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് കരയിൽ കൂടി തന്നെ മുന്നേറാനായിട്ടൊരു പാത തെളിഞ്ഞു വരുമെന്നാണ്. അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളിൽ കൂടെ ഇന്ത്യക്ക്, അതുപോലെ പാകിസ്ഥാൻ്റെ ഭാഗങ്ങളിൽ കൂടെയൊക്കെ ഇന്ത്യയുടെ സൈന്യത്തിന് കടന്നു പോകാൻ അവിടുത്തെ ജനങ്ങൾ സ്വതന്ത്രമായിട്ട് അനുവദിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളത് ഇന്നിപ്പോൾ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ അന്ത്യകാലത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക.